ദക്ഷിണ ദില്ലിയിലെ മെഹ്റോളിയിലെ കുത്തബ് മീനാർ ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ മിനാറാണ്. ഇത് യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ചരിത്ര സ്മാരകമാണ്. AD 1200 ഡൽഹിയിലെ ആദ്യ മുസ്ലിം ഭരണാധികാരി ഖുതുബ്ദീൻ ഐബക്കാണ് കുത്തബ് മീനാറിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. അദ്ദേഹത്തിന് കുത്തബ് മീനാറിൻ്റെ അടിത്തറ നിർമ്മാണം പൂർത്തിയാക്കാൻ മാത്രമേ സാധിച്ചുള്ളൂ. ഐബക്കിൻ്റെ പിൻഗാമിയായ ഇൽത്തുമിഷ് കുത്തബ് മീനാറിന് കൂടുതൽ നിലകൾ നിർമ്മിച്ചു. പിന്നീട് 1368 ഫിറോസ് ഷാ തുഗ്ലക് കെട്ടിടത്തിൻ്റെ അവസാന നില നിർമ്മിക്കുകയും ചെയ്തു. മുൻപ് ഈ പ്രദേശത്ത് 27 ഹിന്ദു ജൈന ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു. ഹിന്ദു ബിംബങ്ങൾ ആലേഖനം ചെയ്ത തൂണുകളും ശില്പങ്ങളും ഇപ്പോഴും നമുക്ക് ഇവിടെ കാണാനാകും. ഈ ക്ഷേത്രാവശിഷ്ടങ്ങളുടെ അതേ ഘടകങ്ങൾ ഉപയോഗിച്ചാണ് ഖുവത്തുൽ ഇസ്ലാം മസ്ജിദ് ഇവിടെ നിർമ്മിച്ചത്. മുഗൾ ഭരണാധികാരികളുടെ കാലത്താണ് ഇവയൊക്കെ സംഭവിച്ചത്. മസ്ജിദ് പണിയാനായി ക്ഷേത്രങ്ങൾ തകർത്തു എന്നത് അറബി ലിഖിതങ്ങളിൽ കുറിച്ചിട്ടുണ്ട് എന്നാണ് പ്രശസ്ത പുരാവസ്തു വിദഗ്ധനായ ശ്രീ KK മുഹമ്മദ് വെളിപ്പെടുത്തിയിട്ടുള്ളത്. ഇത് ഹിന്ദു ജൈന ക്ഷേത്രങ്ങളുടെ സമുച്ചയമായിരുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന തകർന്ന വിഗ്രഹങ്ങളും ലിഖിതങ്ങളും ഇവിടെ നിന്നും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കണ്ടെത്തിയിട്ടുണ്ട്. കുത്തബ് മീനാർ സമുച്ചയത്തിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള കൂറ്റൻ ഇരുമ്പു തൂണ്. ഇന്നേക്ക് 1600 വർഷങ്ങൾക്ക് മുമ്പ് ഗുപ്ത ചക്രവർത്തി ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ്റെ കാലത്ത് മധ്യ ഇന്ത്യയിലെ ഇരുമ്പ് പണിക്കാർ നിർമ്മിച്ചതാണ് ഇത്. പിന്നീട് അധിനിവേശ ശക്തികൾ ഇളക്കിയെടുത്ത് ഈ മഹാനിർമ്മിതി ഇവിടെ സ്ഥാപിച്ചു. ഏകദേശം 7.5 മീറ്റർ ഉയരവും 6000 കിലോഗ്രാമിലേറെ ഭാരവുമാണ് തുരുമ്പിന് കീഴടക്കാനാകാത്ത ഈ ഇരുമ്പ് സ്തൂപത്തിൻ്റെ അളവുകൾ. മറ്റു സംസ്കാരങ്ങൾ ഇരുമ്പിൽ വാളുകൾ പോലും പണിയാൻ കഷ്ടപ്പെട്ടിരുന്ന കാലത്താണ് നാം അന്നത്തെ നിലയിൽ അത്ഭുതങ്ങളായിരുന്ന സാങ്കേതിക വിദ്യകൾ കൊണ്ട് ഈ വിസ്മയം തീർത്തത്. ആയിരക്കണക്കിന് പ്രക്രിയകളിലൂടെ കടന്നുപോയ ശേഷമാണ് ഈ സ്തംഭം രൂപപ്പെട്ടത്. അതിലെവിടെയെങ്കിലും ഒരു ചെറിയ പിഴവ് സംഭവിച്ചിരുന്നു എങ്കിൽ ഈ സ്തംഭം നൂറ്റാണ്ടുകൾക്ക് മുമ്പേ തുരുമ്പ് കീഴടക്കുമായിരുന്നു. അതൊന്നും സംഭവിക്കാതെ നൂറ്റാണ്ടുകളായി ഒരു കേടുപാടുകളുമില്ലാതെ ഇന്നും ഇത് ഇവിടെ നിലനിൽക്കുന്നു. കുത്തബ് മീനാറുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾക്കും അവകാശവാദങ്ങൾക്കും കുറവൊന്നുമില്ല. കുത്തബ് മീനാർ പണി കഴിപ്പിച്ചത് വിക്രമാദിത്യ രാജാവാണെന്ന പുതിയ വാദവുമായി മുൻ പുരാവസ്തു വകുപ്പ് ഉദ്യോഗസ്ഥനായ ശ്രീ ധരംവീർ ശർമ്മ രംഗത്ത് വന്നു. സൂര്യൻ്റെ ദിശയെക്കുറിച്ച് പഠനം നടത്തുന്നതിനായി 5-ാം നൂറ്റാണ്ടിൽ വിക്രമാദിത്യ രാജാവ് പണി കഴിപ്പിച്ചതാണ് ഈ മിനാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. 25 ഇഞ്ച് ചെരിവുള്ള ഗോപുരമാണ് കുത്തബ് മീനാർ. സൂര്യനെ നിരീക്ഷിക്കുവാൻ വേണ്ടി ഉണ്ടാക്കിയതിനാലാണ് ഇതെന്നും ജൂൺ 21 സൂര്യാസ്തമയം മാറുന്നതിനിടയിൽ കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും ആ ഭാഗത്ത് നിഴൽ വീഴില്ലെന്നും ഇത് ശാസ്ത്രവും പുരാവസ്തു വസ്തുതയാണെന്നും അദ്ദേഹം വാദിക്കുന്നു. കുത്തബ് മീനാർ യഥാർത്ഥത്തിൽ വിഷ്ണു സ്തംഭമാണെന്നും 27 ഹിന്ദു ജൈന ക്ഷേത്രങ്ങൾ തകർത്ത് ലഭിച്ച വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഈ സമുച്ചയത്തിലെ സ്മാരകങ്ങൾ നിർമ്മിച്ചതെന്നും വിശ്വ ഹിന്ദു പരിഷത്ത് വക്താവ് ശ്രീ വിനോദ് ബെൻസാൻ ആരോപിക്കുന്നു. ഇതിനിടെ കുത്തബ് മീനാർ സമുച്ചയത്തിൽ ഹിന്ദു ജൈനമത വിഗ്രഹങ്ങൾ പുനഃസ്ഥാപിച്ച് ആരാധന നടത്തുന്നതിന് അനുമതി ആവശ്യപ്പെട്ട് ചിലർ കോടതിയെയും സമീപിച്ചു. കുത്തബ് മീനാർ സംരക്ഷിത സ്മാരകത്തിനുള്ളിൽ ക്ഷേത്രം പുനർനിർമ്മിക്കാനാവില്ലെന്ന് പുരാവസ്തു വകുപ്പ് കോടതിയെ അറിയിച്ചു. സംരക്ഷിത പദവി ലഭിക്കുന്ന കാലത്ത് ആരാധന ഇല്ലാതിരുന്ന സ്മാരകങ്ങളിൽ പിന്നീട് അത് അനുവദിക്കാനാകില്ലെന്ന് പുരാവസ്തു വകുപ്പ് വ്യക്തമാക്കി.
1914 കുത്തബ് മിനാറിന് സംരക്ഷിത പദവി നൽകിയത്. സ്മാരക സമുച്ചയത്തിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ ശില്പങ്ങളുണ്ടെന്നത് വസ്തുതയാണ്. എന്നാൽ 1904 പുരാവസ്തു സംരക്ഷണ നിയമപ്രകാരം സമുച്ചയത്തിനുള്ളിലെ ശില്പങ്ങൾ അതേപടി സംരക്ഷിക്കുവാനുള്ള അവകാശം പുരാവസ്തു വകുപ്പിന് മാത്രമാണ്. സംരക്ഷിത സ്മാരകങ്ങളിൽ ആരാധന അനുവദിക്കുവാൻ പാടില്ലെന്ന് 1958 നിയമത്തിലുണ്ട്. കുത്തബ് മിനാറിലെ തൽസ്ഥിതിയിൽ മാറ്റം വരുത്താൻ അനുവദിക്കില്ലെന്നും വകുപ്പ് വ്യക്തമാക്കി. 800 വർഷങ്ങൾക്ക് മുമ്പ് ക്ഷേത്രങ്ങളും ആരാധനയും ഉണ്ടായിരുന്ന സ്ഥലമാണ് കുത്തബ് മിനാറെന്ന് ഹർജിക്കാരൻ്റെ അഭിഭാഷകൻ വാദിച്ചു. അതിന് തെളിവാണ് സമുച്ചയത്തിലെ ശില്പങ്ങൾ. ശില്പങ്ങൾ ഉണ്ടെങ്കിൽ ആരാധനയ്ക്കും അവകാശമുണ്ടെന്നും അയോധ്യ കേസിലെ വിധി പ്രതിപാദിച്ച് അഭിഭാഷകൻ അറിയിച്ചു. എന്നാൽ ഭൂതകാലത്തെ തെറ്റുകൾ വർത്തമാനകാലത്തെ സമാധാനം തകർക്കുന്നതാകരുതെന്ന് ഹർജി പരിഗണിച്ച അഡീഷണൽ ജില്ലാ ജഡ്ജി നിഖിൽ ചോപ്ര നിരീക്ഷിച്ചു. അത് അനുവദിച്ചാൽ ഭരണഘടനയുടെ മതനിരപേക്ഷ സ്വഭാവം തകരും. 800 വർഷം മുമ്പുള്ള അവകാശം എങ്ങനെ തെളിയിക്കുമെന്ന് കോടതി ആരാഞ്ഞു. 800 വർഷം ആരാധനയില്ലാതെ ദൈവം തുടർന്നില്ലേയെന്നും തൽസ്ഥിതി തുടരട്ടെയെന്നും കോടതി വാക്കാൽ നിരീക്ഷിച്ചു. ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള മിനാറാണ് കുത്തബ് മിനാർ. 75.5 മീറ്റർ ഉയരവും മുകളിലേക്ക് കയറാൻ 399 പടിക്കെട്ടുകളും 5 നിലകളുമുള്ള ഇതിൻ്റെ താഴെ തട്ടിൻ്റെ വ്യാസം 14.3 മീറ്ററും മുകൾ നിലയുടെ വ്യാസം 2.25 മീറ്ററുമാണ്. ഇന്ത്യയിലെ ഇസ്ലാമിക വാസ്തുശില്പകലയുടെ ഏറ്റവും വിലപ്പെട്ട സംഭാവനകളിലൊന്നായി ഈ സമുച്ചയം വിലയിരുത്തപ്പെടുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാനും താൽപ്പര്യപ്പെടുന്നു. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം. All the murtis are there in the back. Come.